നിയമസഭയിൽ ഗവർണർക്കെതിരെ വിമർശനം. ഗവർണർ കേരള ജനതയെ അപമാനിച്ചെന്ന് എം എം മണി. ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി മര്യാദകേടാണെന്നും നിലപാട് ഭരണഘടനയോടുള്ള അവഗണനയാണെന്നും വിമർശനം. മോദിക്ക് ഗവർണർ വിടുപണി ചെയ്യുകയാണ്. ഗവർണറുടെ കഴിഞ്ഞകാലം പരിശോധിച്ചാൽ അയാളുടെ ചെയ്തി എന്താണെന്ന് മനസ്സിലാകും. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളല്ല ഗവർണർ. പ്രതിപക്ഷം ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. ഞങ്ങളാരും ബിജെപിയുടെ ആസനം താങ്ങാൻ പോകാറില്ലെന്നും എം എം മണി പരിഹസിച്ചു. കേരള ഗവർണർ കേരള ജനതയോട് ഏറ്റവും വലിയ അപമാനമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം ഒരു മിനിറ്റ് തികച്ച് പ്രസംഗിക്കാതെ വഴിപാട് കഴിക്കുന്ന പോലെ കഴിച്ചു. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ RSS ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തിന് ഗവർണർ പദവി കിട്ടണമെങ്കിൽ അത് വീണ്ടും തുടർന്നു പോകാനുള്ള പണിയൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഗവർണർ എന്ത് തരത്തിലുള്ള ആളാണെന്ന് അദ്ദേഹത്തെ ഗവർണറാക്കി വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദി ഭരിക്കുന്നിടത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ വെച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഗവർണർ ഇവിടെ വിടുപണി ചെയ്യുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കേരള ജനതയോട് വഞ്ചനയാണ് കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെതായ ധർമ്മം നിറവേറ്റേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അത് ചെയ്തില്ല എന്ന വിമർശനമാണ് അക്കാര്യത്തിൽ എനിക്ക് ഈ അവസരത്തിലുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനെതിരെ മോശം പരാമർശവുമായി എം എം മണി. കോൺഗ്രസാണ് ഗവർണർമാരെ കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്നും നിയമസഭയിൽ എം എം മണി പറഞ്ഞു. മ്ലേച്ഛമായ പദപ്രയോഗമെന്നും പരാമർശ രേഖകളിൽ നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എതിർപ്പുയർന്നതോടെ പരാമർശം പിൻവലിക്കാൻ എം എം മണി തയ്യാറായി. മാമ എന്ന പ്രയോഗം അത്ര മോശമല്ലെന്നും എങ്കിലും താൻ ആ പരാമർശം പിൻവലിച്ചേക്കാമെന്നുമായിരുന്നു എം എം മണിയുടെ പ്രതികരണം. ഗവർണറെ നിയോഗിക്കുന്നത് നമ്മളല്ലല്ലോ, അത് നിങ്ങളായിരുന്നല്ലോ പണ്ട് നിയോഗിച്ച് ഈ സൈസ് മാമാപ്പണി ഗവർണർമാരെ കൊണ്ട് പണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളാണ്. അന്നേരവും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാ. എന്താ കുഴപ്പം? സാറ് നിയമസഭയിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. സാർ, ഇത് നിയമസഭ രേഖയിൽ പാടില്ല. മാമാപ്പണി എന്ന് പറഞ്ഞ് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഈ സഭയ്ക്ക് പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്. അപ്പോ അല്ലെ മാമ എന്ന് പറയുന്ന അത്ര വലിയ അബദ്ധമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനതങ്ങ് പിൻവലിച്ചേക്കാം. ബാക്കി ഗവർണർമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണി ഇന്ത്യയിൽ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് 78 വർഷം ഇവിടെ ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെന്ന കാര്യം മറക്കണ്ട. ഈ കേരളത്തിലെ ഗവർണറെ, കേരളത്തിലെ LDF ഗവൺമെന്റിനെ, EMSന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട ചരിത്രമടക്കം എത്ര കോൺഗ്രസിലെ ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് എല്ലാ വൃത്തികേടും ജനാധിപത്യ വിരുദ്ധ പണി കാണിച്ചവരാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഭരണാധികാരികൾ. അവരിപ്പോ ഇവിടെ വലിയ ജനാധിപത്യത്തെ പറ്റി വലിയ ഗീർവാണം കത്തിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു നാണം കേടാ തോന്നുന്നത്. അപമാനം. ഈ സഭയിൽ അംഗമായിരിക്കുന്ന എനിക്ക് അപമാനം തോന്നുന്നതാണ്.